Hello everyone. 10th Chemistry, Chapter 1, Naming of Organic Compound and Isomerism, Part 5. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐസോമെരിസം എന്ന കോൺസെപ്റ്റ് ആണ്. ഈ ഐസോ എന്ന വാക്ക്, ഐസോമെരിസ് അല്ല, ഐസോ എന്നുള്ള വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മാത്തമാറ്റിക്സ് കേട്ടിട്ടില്ലേ? മാത്തമാറ്റിക്സിൽ എവിടെയാ കേട്ടേക്കുന്നത്? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെ? എന്തായിരുന്നു ഐസോസിലസ് ട്രയാങ്കിൾ? രണ്ട് ഈക്വൽ സൈഡുള്ള ട്രയാങ്കിൾ. അതുപോലെ കെമിസ്ട്രിയിലും കേട്ടിട്ടുണ്ടാവും ഐസോ, ഐസോടോപ്പ്, ഐസോ ബാർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് ഐസോടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് ഈക്വൽ ആയിട്ടുള്ള അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണം ഈക്വൽ ആയിട്ടുള്ളവര്. അപ്പൊ ഇവിടെ എല്ലാം ഈ ഐസോ എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? ഈക്വൽ എന്ന അർത്ഥമാണ്. ഇവിടെയും അത് തന്നെയാണ് ഐസോ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് ഈക്വൽ, എന്താണ് ഈക്വൽ അല്ലാത്തത്, അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഐസോമെരിസം, ഇതിൽ 4 ടൈപ്പ് ഐസോമെരിസ് ആണ് നമുക്ക് പഠിക്കാനുള്ള. സാധാരണ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു സെറ്റ് ഓഫ് കോമ്പൗണ്ട്സ് തന്നിട്ട് അതിനകത്ത് ഏതൊക്കെയാണ് ചെയിൻ ഐസോമർ, ഏതൊക്കെയാണ് ഫങ്ഷണൽ, ഏതൊക്കെയാണ് പൊസിഷൻ, ഏതൊക്കെയാണ് മെറ്റാമെരിസം കാണിക്കുന്നത് നമുക്ക് എടുത്തെഴുതാനാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഐസോമെരിസം എന്ന് എഴുതാം. ഐസോമെരിസം എന്ന് പറഞ്ഞാൽ ഒരേ മോളിക്കുലർ ഫോർമുലയുള്ള കോമ്പൗണ്ട് ആണ്. ഒരേ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ അതിലെ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഒക്കെ എണ്ണം നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിരിക്കും. രണ്ട് കോമ്പൗണ്ട് എടുത്തിട്ട് അതിലെ ആറ്റങ്ങൾ, നമ്മളെ എലമെന്റ്സിന്റെ ആറ്റങ്ങളുടെ എണ്ണം കാണുമല്ലോ, ഇതെല്ലാം എന്തായിരിക്കും നമ്മൾ എണ്ണി നോക്കി കഴിയുമ്പോൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് എത്ര കാർബൺ ആറ്റും, ഇത്ര ഹൈഡ്രജൻ ആറ്റും, ഇത്ര ഓക്സിജൻ ആറ്റും എല്ലാം എണ്ണി കഴിഞ്ഞാൽ രണ്ടിലും ഒരുപോലെ ആയിരിക്കും. അപ്പൊ ഇതാണ് ഇവിടെ സെയിം ആയിട്ടുള്ളത്. അപ്പൊ ആദ്യം എഴുതുക, ഐസോമെരിസം എന്നാൽ കോമ്പൗണ്ട്സ് ഹാവിങ്, അല്ലെങ്കിൽ ഐസോമർ എന്ന് വിളിക്കുക ഇവരെ കേട്ടോ. ആദ്യം നമുക്ക് ഐസോമർ എന്താന്ന് പറയാം. കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല. ഇവരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല, ബട്ട് ഇവരുടെ എന്തായിരിക്കും ഡിഫറെന്റ് എന്നറിയോ? ഇവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ചിലപ്പോൾ ഒരാൾ ആൽക്കഹോൾ ആയിരിക്കും, മറ്റേ ആൾ എന്തായിരിക്കും? വേറെ ഏതെങ്കിലും ആസിഡോ അല്ലെങ്കിൽ നോർമലി എന്തെങ്കിലും ഒരു ഫ്യൂവൽ ആയിരിക്കും. ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടാവും രണ്ടുപേരും തമ്മിൽ കേട്ടോ. അപ്പൊ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്യുലർ ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിനെയാണ് ഐസോമർ എന്ന് പറയുന്നത്. കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. Physical properties are called isomers. ഇവരെ വിളിക്കുന്ന പേരാണ് ഐസോമർ അല്ലെ ഐസോമേഴ്സ്. ഇവര് കാണിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, സെയിം മോളിക്കുലർ ഫോമിൽ ആയിരിക്കും, കണ്ടാൽ ഒരുപോലെയൊക്കെ തോന്നും, പക്ഷെ രണ്ടുപേര് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഉള്ളിൽ നമ്മൾ പറയില്ലേ രണ്ടുപേരും ഒരേപോലെ ആയിരിക്കും, ഒരേപോലെയൊക്കെ ആയിരിക്കും തോന്നും, പക്ഷെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പുറമേന്ന് കാണുമ്പോൾ ഒരേപോലെ ആണെങ്കിലും. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ എഴുതേണ്ടതാണ് ദിസ് ഫിനോമിനൻ, ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ദിസ് ഫിനോമിനൻ ഇസ് നോൺ ആസ് ഐസോമെരിസം. ഈ ഫിനോമിനനെയാണ് നമ്മൾ ഐസോമെരിസം എന്ന് വിളിക്കുന്നത്. ഈസ് കോൾഡ് ഐസോമെരിസം. ഓക്കെ, നമ്മൾ ഇനി ഓരോ ടൈപ്പ് ഐസോമെരിസം പഠിക്കാനായിട്ട് പോവാണ്. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഐസോമെരിസം ആണ് ചെയിൻ ഐസോമെരിസം. ചെയിൻ ഐസോമെരിസം എന്തായിരിക്കും? ചെയിൻ ഐസോമെരിസത്തിന്റെ പ്രത്യേകത, നമ്മൾ ഈ ഐസോമെരിസം പഠിക്കുമ്പോഴേ അതിൽ അതിന്റെ നെയിം ഉണ്ടല്ലോ, ആ നെയിമിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് കിട്ടും. എന്താന്ന് വെച്ചാല് ഐസോമെരിസം കാണിക്കുന്നുണ്ട് എവിടെയാണ്? ചെയിനിലാണ് അല്ലെ? അതല്ല ഈ അതിന്റെ ആ നെയിമിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ എന്തായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്? അതായത് ഇവരുടെ മോളിക്കുലർ ഫോമുല സെയിം ആയിരിക്കും. മോളിക്കുലർ ഫോമുല സെയിം അല്ലാണ്ട് ഐസോമറേ ആവില്ല കേട്ടോ. അത് ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. ഇവരുടെ എന്തായിരിക്കും ഡിഫറൻസ് എന്നറിയോ? ഇവരുടെ കാർബണിന്റെ ചെയിന്റെ സ്ട്രക്ചർ ഇല്ലേ, നമ്മൾ വരയ്ക്കുന്ന സ്ട്രക്ചർ, അത് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ഞാൻ അതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ എഴുതുക, കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല. കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല. ഇവരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് ചെയിൻ സ്ട്രക്ചർ. പക്ഷെ ഇവരുടെ ചെയിൻ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് ചെയിൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിഫറെന്റ് കാർബൺ ചെയിൻ. ഇവരുടെ കാർബൺ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും എന്തായിരിക്കും? ഡിഫറെന്റ് ആണ്. ഇങ്ങനെയുള്ള ഐസോമെരിസം കാണിക്കുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചെയിൻ ഐസോമർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് എന്താണ് ചെയിൻ ഐസോമർ എന്ന് പരിചയപ്പെടാം.
അപ്പൊ എപ്പോഴും ഐസോമെറിസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മോളിക്കുലർ ഫോമുലയാണ് കേട്ടോ. അത് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. ഐസോമറിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇവരുടെ മോളിക്കുലർ ഫോമുല എഴുതാനായിരിക്കണം. ഓക്കെ, ഞാൻ ഇവിടെ 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇവരുടെ IUPAC നെയിം ആണ് ആദ്യം ചോദിച്ചേക്കുന്നത്. ഓക്കെ, എന്തായിരിക്കും ഇവരുടെ IUPAC നെയിം ഒന്ന് നോക്കി. 1 2 3 4 അല്ലെ, 4 കാർബൺ ആണല്ലോ. എന്താ ഇതിന്റെ പേര്? ബ്യൂട്ടെയിൻ. ബ്യൂട്ടെയിൻ. എന്താ ഇവന്റെ IUPAC നെയിം? 1 2 3 സ്ട്രൈറ്റ് ചെയിൻ തന്നെയാണ്, ലോങ്സ്റ്റ് ചെയിൻ. അതുകൊണ്ട് തിരിക്കേണ്ട ഒന്നും കാര്യമില്ല, നേരെ തന്നെ പോയാൽ മതി കേട്ടാ. 2 ആരാ വന്നേക്കുന്ന ഗ്രൂപ്പ് ആരാ? മീഥൈൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് എങ്ങനെ നെയിം കൊടുക്കേണ്ടത്. 2 മീഥൈൽ പ്രൊപ്പൈൻ. അതായത് ഇത് രണ്ട് ഡിഫറെന്റ് ആൾക്കാരാണ്, ശരിയല്ലേ? ഒന്നെന്താ? ബ്യൂട്ടെയിൻ ആണ്, മറ്റെന്താ? 2 മീഥൈൽ പ്രൊപ്പൈൻ. 2 ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബട്ട് ഇവർക്ക് സിമിലർ ആയിട്ടൊരു സാധനമുണ്ട്, അതാണ് അടുത്തത്. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല. നമുക്ക് ഈ 2 കോമ്പൗണ്ടിലെയും കാർബണിനെയും ഹൈഡ്രജനെയും ഒന്ന് എണ്ണി നോക്കിയാലോ. ഫസ്റ്റില് 1 2 അല്ലെ, 1 2 3 4 4 കാർബൺ അല്ലേ ഉള്ളേ അല്ലെ. ഇതൊരു കാർബൺ, ഇത് 2, ഇത് 3, ഇത് 4. എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കി. 3 5 7 10. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി? ഫസ്റ്റിനകത്ത് 4 കാർബണും ഉണ്ട്, 10 ഹൈഡ്രജനും ഉണ്ട്. ഓക്കെ, നിങ്ങൾ സെക്കൻഡിൽ ഒന്ന് നോക്കിയേ. സെക്കൻഡിലെ അവസ്ഥ എന്താ നോക്കി. 1 2 3 4 4 കാർബണും ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കി. 3 അല്ലെ, ഫസ്റ്റില് 3 4 7 10 10 ഹൈഡ്രജൻ. നിങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല ഒന്ന് നോക്കി. ഒരുപോലെ അല്ലേ ഇരിക്കുന്നേ, പക്ഷെ ഇത് രണ്ട് ഡിഫറെന്റ് ആൾക്കാരല്ലേ. ഇതാണ് ഐസോമർ എന്ന് പറയുന്നത്. സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, ബട്ട് 2 ഡിഫറെന്റ് ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇത് ഏത് ഐസോമറിസാ കാണിക്കുന്നത്? ഇവരുടെ ചെയിനിൽ വന്ന മാറ്റം കൊണ്ടല്ലേ ഇവർ രണ്ട് ഇതായി പോയത് അല്ലെ, 2 ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായി പോയത്. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് ചെയിൻ ഐസോമറിസം. ഓക്കെ, നമുക്കിനി അടുത്ത ഒരെണ്ണം നോക്കാം. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഐസോമർ ആണോ അല്ലയോ എന്നല്ല നമുക്ക് നോക്കേണ്ടത്, ഒരു ഐസോമർ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതവിടെ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആക്ടിവിറ്റി 28 ആണ് കേട്ടോ. ആക്ടിവിറ്റി 28 നോക്കി. സ്ട്രക്ചർ ഫോർമുല ഓഫ് 2 ചെയിൻ ഐസോമർ തന്നിട്ടുണ്ട്. C5H12ന്റെ 2 ഐസോമർ തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് ചെയ്തേക്കാണ്? മൂന്നാമത് ഒരെണ്ണം വരയ്ക്കാനായിട്ട് പറഞ്ഞേക്കാണ്. ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നോർമലി വരയ്ക്കുന്ന പോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ വരയ്ക്കാൻ പറയുമ്പോൾ എന്നാ പിന്നെ ചെയിൻ ഐസോമർ ആണല്ലോ എന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ എന്താ കുഴപ്പം? ഇവന്റെ പേര് അപ്പോഴും മാറൂല അല്ലേ. നമ്മൾ ആ മീഥൈൽ ഗ്രൂപ്പ് ഇല്ലേ, ഞാൻ ഈ വട്ടം വരയ്ക്കുന്ന മീഥൈൽ ഗ്രൂപ്പ് ഇല്ലേ, ഈ മീഥൈൽ ഗ്രൂപ്പിന് നിങ്ങൾ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ടാൽ ഇവൻ സ്റ്റിൽ ഇവന്റെ നെയിം എന്ത് തന്നെയാണ്? നമ്മൾ ഇപ്പുറത്തല്ലേ വായിക്കുള്ളൂ. അപ്പോ ലോവസ്റ്റ് പൊസിഷനിൽ എടുക്കുള്ളൂ. 2 മീഥൈൽ ബ്യൂട്ടേൻ തന്നെയാണ്. ആള് മാറണം. അത് ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ അവിടെ നോട്ട് ചെയ്ത് വെച്ചോളാം. കോമ്പൗണ്ട് ഡിഫറെന്റ് ആയാലാണ് ഇത് ഐസോമർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നെയിം എഴുതി നോക്കണം. എങ്ങനെയാ കോമ്പൗണ്ട് ഡിഫറെന്റ് ആയെന്ന് അറിയണേ? നമ്മൾ നെയിം എഴുതി നോക്കിയിട്ട് ഡിഫറെന്റ് ആളാണോ എന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളണം കേട്ടോ. വെറുതെ ഐസോമർ എഴുതാൻ പറ്റും, എന്നാ പിന്നെ ആ ചെയിൻ എടുത്ത് അങ്ങോട്ട്, ഈ ബ്രാഞ്ച് എടുത്ത് അങ്ങോട്ട് വെക്കാന്ന് വിചാരിക്കരുത്. കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇവന്റെ പേര് മാറത്തില്ല, ഇവൻ സെയിം ആള് തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന അറിയോ? നമുക്ക് ഒരു ബ്രാഞ്ച് വേണമെങ്കിൽ മേളിൽ കയറ്റി കൊടുക്കാം അല്ലെ. അങ്ങനെ നമുക്ക് ഐസോമർ ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ എത്ര കാർബൺ വരും? ഇതാ 1 അല്ലെ, 2 3 കാർബൺ അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതാ ഒരു ബ്രാഞ്ച് മേളിലും ഒരു ബ്രാഞ്ച് താഴെ കൊടുക്കാം. ഡിഫറെന്റ് ആളായില്ലേ ഇപ്പോ അല്ലെ. അപ്പൊ എന്ത് വന്നു? ഇവിടെ നെയിം എഴുതുമ്പോ കാർബൺ ഹൈഡ്രജൻ അനുസരിച്ച് കൊടുക്കുക. CH3 ഇവിടെ വേണ്ട, 4 ബോണ്ട് ചുറ്റും ഉണ്ടല്ലോ. ഇവിടെ CH3 താഴെ വന്നിരിക്കുന്ന 2 ബ്രാഞ്ചില് ഒരു CH3 താഴെ, ഒരു CH3 മേളില് അല്ലെ. എന്താ ഇവന്റെ പേര് ഒന്ന് നോക്കിയേ. 2,2 ഡൈ മീഥൈൽ പ്രൊപ്പൈൻ. കണ്ട, ഇത് വേറെ ആളല്ലേ അല്ലെ. ഇവന്റെ പേരെന്താ? ഇവന്റെ പേരൊന്ന് നോക്കി. ഇവന്റെ പേരെന്താ? 2 മീഥൈൽ അല്ലെ, 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഞാൻ പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? നിങ്ങൾ പോയിട്ട് ചെയിൻ ഐസോമർ ആണല്ലോ, ഒരു ചെയിൻ ഇങ്ങോട്ട് മാറ്റി കൊടുക്കാമല്ലോ എന്ന് ഓർണോട് ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, ഓർണോട് ഉണ്ടായിരുന്നേ പ്രശ്നമില്ലായിരുന്നു മാറ്റി. പക്ഷെ ഇവിടെ കൊടുത്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ബ്രാഞ്ച് ഇവിടെ വന്നാൽ ഇവന്റെ പേര് 2 മീഥൈൽ ബ്യൂട്ടൈൻ. അതായത് ഒരേ ആളെ അല്ലല്ലോ ഐസോമർ എന്ന് പറയുന്നത് അല്ലെ. ഒരേ ആള് പിന്നെ ഐസോമർ നിർത്തിട്ട് എന്താ കാര്യം? ഒരേപോലെ ഇങ്ങനെ രണ്ടുപേരെ കാണിച്ചു അല്ലെ. ഒരേ ആളെ തന്നെ 2 തവണ കാണിച്ചിട്ട് ഐസോമർ എന്ന് പറയുകയല്ലേ വേണ്ടേ. 2 ഡിഫറെന്റ് കോമ്പൗണ്ടുകൾ കാണിച്ചിട്ടാണ് നമ്മൾ പറയാ അല്ലെ. ഇവർക്ക് സെയിം മോളിക്കുലർ ഫോമുലയാണ്, ബട്ട് ചെയിൻ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. അതുപോലെ ആദ്യം എഴുതിയതിന്റെ പേര് അറിയാലോ അല്ലെ, പെന്റൈൻ. അപ്പൊ ഒന്ന് മോളിക്കുലർ ഫോമുല എഴുതിയിട്ട് നിങ്ങൾ ആ നെയിമും കൂടെ ഒന്ന് എഴുതി നോക്കുവാണെങ്കിൽ നല്ല, നമുക്കറിയാലോ ആള് മാറിയിട്ടുണ്ടോന്ന് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പൊ ചെയിൻ ഐസോമർ എഴുതുമ്പോൾ ലോങ്സ്റ്റ് ചെയിൻ പല രീതിയിലും വരാം.
ശ്രദ്ധിച്ചോളാം കേട്ടാ. ഇനി അടുത്ത് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 29 എത്ര ചെയിൻ ഐസോമർ ഇവിടെ പോസിബിൾ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ആക്ടിവിറ്റി 29 ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി ചെയിൻ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ദിസ് കോമ്പൗണ്ട്. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഉപയോഗിച്ച് നമുക്ക് എത്ര ചെയിൻ ഐസോമറിനെ വരയ്ക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഇതിനൊന്ന് ബ്രാഞ്ച് ആക്കുക. ഇത് ബ്രാഞ്ച് അല്ലേ, ഇത് സ്ട്രേറ്റ് അല്ലേ, നമുക്ക് ബ്രാഞ്ച് വരുത്തി ഒരെണ്ണം കൊടുക്കാം. അപ്പൊ എപ്പോഴും സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ കാർബണിനെ ആട്ടോ ഫസ്റ്റ് വരയ്ക്കണ്ടേ. കാർബൺ വരയ്ക്കാം. 1 2 3 4 5 മതി. 6 വരച്ചാൽ ഇത് തന്നെ ആയിപ്പോലും. എന്നിട്ട് എവിടെയെങ്കിലും ഇവിടെയോ അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം, ഒരു ബ്രാഞ്ച് കൊടുക്കാം. അപ്പൊ ഒരു ഐസോമർ ആയില്ലേ. എന്നിട്ട് ഹൈഡ്രജനെ കൊടുക്കണം. CH3 ഇവിടെ എത്ര വേണം, 1 H. ഇവിടെ എത്ര വേണം, 3 H. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. എന്താ ഇവന്റെ പേര്, 2-മീഥൈൽ പെന്റൈൻ. അങ്ങനെയല്ലേ പേര്. രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈലുള്ള പെന്റൈൻ. സ്ട്രേറ്റ് ചെയിൻ തന്നെയാണ് ഇവിടുത്തെ ലോങ്സ്റ്റ് ചെയിൻ. ഇതൊരു ഐസോമർ ആണല്ലോ അല്ലെ. ഇവന്റെ മോളിക്യൂൾ ഫോമിൽ നിങ്ങൾ നോക്കിക്കോ. 1 2 3 4 5 6. കാർബൺ കറക്റ്റ് ആണോ നോക്കിയാൽ മതി നിങ്ങൾ. കാർബൺ അതിൽ ഞാൻ മുൻപത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ എണ്ണി നോക്കാത്തതിന്റെ കാരണം അതാണ്. കാർബൺ കറക്റ്റ് ആണെങ്കിൽ സിംഗിൾ ബോണ്ടുള്ള ഹൈഡ്രജനും കറക്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിലുള്ള അതേ കാർബണിന്റെ എണ്ണം തന്നെയാണ് ഇവിടെ നിന്ന് ഉറപ്പുവരുത്തി പോയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് വൺ. വേറൊരു ഐസോമർ നമുക്ക് വരച്ചാലോ. ഇവിടെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇതിനെ കൊണ്ടുപോയിട്ട് ഈ 3rd പൊസിഷനിൽ കൊടുത്താൽ വേറെ ആളല്ലേ അല്ലെ. 3rd പൊസിഷനിൽ കൂടെ. അപ്പൊ കാർബണിന്റെ എണ്ണം ആട്ടോ നോക്കണ്ടേ. കാർബണിന്റെ എണ്ണം നോക്കുക. 1 2 3. ഇതേ എണ്ണം തന്നെ വരയ്ക്കുക. ബ്രാഞ്ച് കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്താൽ കുഴപ്പമില്ല, അത് വേറെ ആളാവും. ഇവിടെ കൊടുത്താലാണ് പ്രശ്നം കേട്ടാ. ഇവിടെ കൊടുത്താൽ അത് വേറെ ആളാണ്. ഇത് നോക്കിക്കോ, ഞാൻ പേര് വരുമ്പോ നോക്കിക്കോ. ഹൈഡ്രജനെ കൊടുക്കണം. ഇനി 3 5 6 8 11 14. 14 ഹൈഡ്രജൻ ഇവിടെ. അതെ, 3 6 8 10 കണ്ടോ, എല്ലായിടത്തും 14 ഹൈഡ്രജൻ. ഇനി ഇവന്റെ പേരെന്താ നോക്കി, 3-മീഥൈൽ അല്ലെ. 3ാമത്തെ പൊസിഷൻ അല്ലേ, ഇങ്ങോട്ട് എണ്ണയാലും 3ാമത്തെ പൊസിഷൻ ആണ്. ഇത് വേറെ ആളാണ് കേട്ടോ, ആദ്യത്തെ ആളല്ലേ ഇത്. 3-മീഥൈൽ പെന്റൈൻ കേട്ടാ. ഇങ്ങനെയാണ് ചെയിൻ ഐസോമർ വരയ്ക്കാൻ പറഞ്ഞ നമ്മൾ ചെയ്യേണ്ടത് കേട്ടാ. പക്ഷെ ഇതിനകത്ത് ക്വസ്റ്റ്യൻ അതല്ല ചോദിച്ചേക്കുന്നത്, എത്ര ചെയിൻ ഐസോമർ ഇവിടെ പോസിബിൾ ആണെന്നല്ല ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇനിയും വരയ്ക്കാൻ പറ്റും. ഇനി വരയ്ക്കേണ്ട കാണിച്ചു തരാം. മേളിലും താഴെയും ബ്രാഞ്ച് കൊടുക്കാമല്ലോ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ഈ സ്ട്രേറ്റ് ചെയിനിൽ ഒരെണ്ണം കുറച്ചാൽ മതി. 1 2 3 4. ബ്യൂട്ടൈൻ മതി, കാരണം മേളിലും താഴെയും സി വരുമ്പോ 6 കാർബൺ ആയല്ലോ. 6 കാർബൺ ഉറപ്പ് വരുത്തി പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടാ. പിന്നെ നെയിം ഒന്ന് എഴുതി നോക്കാം, ആള് മാറിയിട്ടുണ്ടോ എന്ന് അറിയാം. ഇവിടെ വേണ്ട, ബോണ്ടിന്റെ ആവശ്യമില്ല. ഇവിടെ CH3 3 6 9 11 14 കണ്ടോ. 14 ഹൈഡ്രജനെ വരുള്ളൂ. കാർബൺ മാത്രം നോക്കി പോയാൽ മതി കേട്ടാ. അപ്പൊ എന്റെ പേരെന്താ, 2-ൽ 2 അല്ലെ. അങ്ങോട്ട് പോകുമ്പോ 2 ആണ്, ഇങ്ങോട്ട് വരുമ്പോ 3 ആണ്. നമ്മൾ ലോവസ്റ്റ് പൊസിഷനല്ലേ എടുക്കുള്ളൂ. ലോവസ്റ്റ് സം വരുന്നത് 2-2 അല്ലെ. അപ്പൊ 2-2 മേളിലും താഴെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചോളണം, ഡൈ എടുത്തോളണം. 2,2-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഇതാണ് 3rd ചെയിൻ ഐസോമർ കേട്ടോ. ഒരേ മോളിക്യൂൾ ഫോമിലുള്ള എത്ര കോമ്പൗണ്ട് ആണെന്ന് നോക്കി. ഇനിയും നമുക്ക് ഉണ്ടാക്കാം, ഇനി ഓരോന്നും ഉണ്ടാക്കാം. എന്ത് ചെയ്യാന്നറിയോ, നമുക്ക് എന്ത് ചെയ്യാം, 4 വരച്ചിട്ട് 2 നേരെ കൊടുക്കാം. ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്ത് കൊടുക്കാം. അങ്ങനെ കൊടുക്കാലോ, കാണിച്ചു തരാം. ഇവിടെ കാർബൺ വരച്ചിട്ട് 1 2 3 4. എന്നിട്ട് എന്ത് ചെയ്യാം, ബ്രാഞ്ച് ഇവിടെ കൊടുക്കണം. സി കണ്ടോ, ഇങ്ങനെയും കൊടുക്കാലോ. CH3 ഇവിടെ ഒരു H, ഇവിടെ ഒരു H3, ഇവിടെ ഒരു H3, ഇവിടെ ഒരു H, ഇവിടെ ഒരു H3. എന്തായിരിക്കും ഇവന്റെ പേര്, 2 3 അല്ലെ. 2-ലും 3-ലും 1 2 3 ഇങ്ങോട്ട് തന്നെയാലും അങ്ങനെ തന്നെയാ. 2-ലും 3-ലും 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഡൈമീഥൈൽ എന്ന് കൊടുത്തു, ഡൈ വിട്ടു കൊടുത്തിട്ട് മാർക്കും. 2,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഇതാരായിരുന്നു, 2,2-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. മുകളിലുള്ള ആരാ, 3-മീഥൈൽ പെന്റൈൻ. അതിന് മുകളിലുള്ള ആരാ, 2-മീഥൈൽ പെന്റൈൻ. ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ചെയിൻ ഐസോമേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത കോൺസെപ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ചെയിൻ ഐസോമറിസം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പൊസിഷൻ ഐസോമറിസം ആണ്. അടുത്ത ഹെഡിങ് ആയിട്ട് കൊടുക്കുക, പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു, അതായത് മോളിക്കുലർ ഫോർമുല സെയിം അല്ലെങ്കിൽ ഐസോമറിനെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇവരുടെ
മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും കേട്ടോ. അപ്പൊ കോമ്പൗണ്ട്സ് ഹാവിങ് എഴുതുക, കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല, സെയിം മോളിക്കുലർ ഫോർമുല, ഇവരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. പിന്നെ എന്തായിരിക്കും ഡിഫറൻസ്? എന്തോ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടല്ലേ ഐസോമർ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു കാര്യം കൂടി എഴുതുന്നത് നല്ലതാട്ടോ. സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. അതും കൂടെ പഠിച്ചു വെക്കാനല്ല കേട്ടോ. ഇവരുടെ മോളിക്കുലർ ഫോർമുലയും ഫങ്ഷണൽ ഗ്രൂപ്പും സെയിം ആയിരിക്കും. പിന്നെ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ എന്തായിരിക്കും മാറ്റം? ഇവിടെ ഹെഡിങ് നോക്കിയാൽ മതി. ഹെഡിങ് നമുക്ക് കോൺസെപ്റ്റ് കിട്ടും. എന്താ മാറ്റം? പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫറെന്റ്, ബട്ട് പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫറെന്റ്. വന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ പൊസിഷൻ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, വന്നിരിക്കുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഡിഫറെന്റ്. ഇനി ഒരു കാര്യം കൂടി അതിന്റെ കൂടെ പറയണമെന്നല്ല, ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടിന്റെ സ്ഥാനം മാറിയാലും നമ്മൾ പൊസിഷൻ ഐസോമറിസ് ആയിട്ടാണ് എടുക്കുക. ഇപ്പൊ ഡബിൾ ബോണ്ട് ഇപ്പറേക്ക് മാറി വരാലോ, അതിനെ നമ്മൾ എടുക്കുന്നത് പൊസിഷൻ ഐസോമർ ആയിട്ടാണ്. ഒരു നോട്ടായിട്ട് എഴുതി വെച്ചാൽ മതി. ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് ഓൾസോ കൺസിഡേർഡ് ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിനെയും നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡേർഡ് ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ഇതും നമ്മൾ എന്തെന്നാ പറയാ? പൊസിഷൻ ഐസോമറിസ് ആയിട്ടാണ് എടുക്കുക. അതൊന്നും മൈൻഡിൽ ഇരുന്നോളൂ കേട്ടോ. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ സ്ഥാനം മാറി കിടന്നാലും നമ്മൾ അതിനെ എടുക്കുന്നത് എന്തായിട്ടായിരിക്കും? ഫങ്ഷണൽ ഐസോമറിസ് ആയിട്ടായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ തന്നെ ഒരു കാര്യം കൂടി പഠിക്കേണ്ടതല്ല, ഈ സിഒ ഇതിപ്പോ ജസ്റ്റ് നോട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒന്ന് കേട്ടാൽ മതി. അതായത് സിഒയും ഒയും ഉണ്ടല്ലോ, രണ്ടെണ്ണം നമ്മൾ പഠിച്ചില്ലേ, കീറ്റോ ഗ്രൂപ്പും അതുപോലെ ആൽക്കോക്സി ഗ്രൂപ്പും. ഇവര് രണ്ടുപേരും വരുമ്പോൾ നമ്മൾ വേറൊരു പേര് പറയൂ കേട്ടോ, മെറ്റാമെരിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഇവര് രണ്ടുപേരുടെയും സ്ഥാനമാണ് മാറി വരുന്നെങ്കിൽ, സിഒയുടെയും ഒയുടെയും സ്ഥാനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറി വരുന്നതാണ് ഫംഗ്ഷണൽ ഐസോമർ. ഇവർ രണ്ടുപേരുമാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നതാണ് മെറ്റാമെരിസം. ഞാൻ അപ്പോ വരുമ്പോൾ നമുക്ക് പഠിക്കേണ്ട നാലാമത്തെ, അത് അന്നേരം പറയാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി, എഴുതൊന്നും വേണ്ട. ഓക്കെ, അത് അവിടെ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 30 നോക്കിയിട്ട് എന്താണ് ഫങ്ഷണൽ ഐസോമറിസം എന്ന് നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഫങ്ഷണൽ ഐസോമറിസം ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമുക്ക് തന്നിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാണ് ആദ്യം നോക്കേണ്ടത്. ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് തന്നേക്കുന്നത് നോക്കാം. ഓക്കെ, കണ്ട ഇവിടെ OH ആണ്, ഇവിടെ OH ആണ്. കണ്ട, രണ്ട് സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് അല്ലെ. നമുക്ക് ഇനി മോളിക്കുലർ ഫോർമുലയുടെ അവസ്ഥ എന്താ നോക്കാം. ഇവിടെ നോക്കി, മോളിക്കുലർ ഫോർമുല ഇവിടെ കാർബൺ 1 2 3, 3 കാർബൺ 5 8 ഹൈഡ്രജൻ 1 ഓക്സിജൻ. ഇവിടെയോ 3 കാർബൺ 8 ഹൈഡ്രജൻ 1 ഓക്സിജൻ. കേട്ടോ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇവർ ഐസോമർ ആണെന്ന് മനസ്സിലാവും അല്ലെ. ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? കാരണം ഇവന്റെ മോളിക്കുലർ ഫോർമുല C3H8O ആണ്, ഇവന്റെ മോളിക്കുലർ ഫോർമുലയും C3H8O ആണ്. ഓക്കെ, അതുകൊണ്ട് ഇവൻ ഐസോമർ ആണെന്ന് മനസ്സിലാവും. ഏത് ഐസോമർ ആണെന്ന് എങ്ങനെ തിരിച്ചറിയണത്? കണ്ടോട്ടോ പിള്ളേരെ, ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പ് സെയിം ആയിട്ട് വന്നാൽ ഉറപ്പിച്ചോ അത് ഫംഗ്ഷണൽ ഐസോമറാണ്. ഓക്കെ, ഇനി ഏത് ഫംഗ്ഷൻ ഗ്രൂപ്പാണ് ഇവരിൽ പ്രസന്റ് ആയിട്ടുള്ളതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അത് ഏത് ഗ്രൂപ്പാന്ന് നിങ്ങൾക്ക് അറിയാലോ, ഹൈഡ്രോക്സിൽ അല്ലെ. ആൽക്കഹോൾ കോമ്പൗണ്ട് നമ്മൾ പറയില്ലേ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. എന്താണ് ഇവരുടെ മോളിക്കുലർ ഫോർമുല? നമ്മൾ ഓൾറെഡി എഴുതി, C3H8O. ഇവരുടെ IUPACനെയും ഇവർ രണ്ട് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. എന്താ ഇവന്റെ പേരെന്താ? C3 3 കാർബൺ അല്ലെ. 3 കാർബൺ വരുമ്പോൾ നമ്മൾ എന്താ പറയാ? പ്രൊപ്പാനോൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ വണ്ണോൾ. പ്രൊപ്പാൻ വണ്ണോൾ. ഇവന്റെ പേരെന്താ? പ്രൊപ്പാൻ 2-ഓൾ. കണ്ടാ, ഒരേ ഫാമിലി ആണെങ്കിലും രണ്ട് ആൾക്കാരാണ്. ഒരേ ഫാമിലി എന്നുള്ള 2 പേരാണ്. പ്രൊപ്പാൻ വണ്ണോൾ, പ്രൊപ്പാൻ 2-ഓൾ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യുന്നത്? പൊസിഷൻ ഐസോമർ. നമുക്ക് ഒരെണ്ണം കൂടി ഒന്ന് നോക്കാം. ഇതുപോലെ ഏത് വേണമെങ്കിലും വരാട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ശ്രദ്ധിച്ച് ഉത്തരം ചെയ്യാട്ടോ. അതായത് നമുക്ക് ആക്ടിവിറ്റി 31 ഇതുപോലെ ഒരെണ്ണം കിടക്കുന്നത്. കണ്ടോ, ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ കണ്ട ഡബിൾ ബോണ്ടിന്റെ സ്ഥാനമാണ് മാറി വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം മാറി വന്നാലും നമ്മൾ അതിനെ എടുക്കുന്നത് എന്തായിട്ടായിരിക്കും? എന്തായിട്ട് എടുക്കുന്ന പറഞ്ഞേക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട്. അതുകൊണ്ട് ഇവരും കാണിക്കുന്നത് ഫങ്ഷണൽ ഐസോമറിസ് ആയിരിക്കും കേട്ടോ. ഇവരുടെ മോളിക്കുലർ ഫോർമുല എഴുതിയാലും സെയിം അല്ലേ. ഇത് നോക്കി, C4H359 അല്ലെ. C4H9 ആണോ? അടുത്തവന്റെ എടുത്താലും കാർബൺ 4
അല്ലെ 8 എണ്ണം അല്ലേ ഉള്ളൂ, 8 എണ്ണം ഉള്ളൂ, സോറി. C4H8O, C4H8O. IUPAC നെയിം നോക്കി കഴിഞ്ഞാൽ ഇതാരാണ്? ഇവരുടെ IUPAC നെയിം എഴുതാൻ നമ്മൾ പഠിച്ചേക്കുന്നല്ലേ, ബ്യൂട്ട് 1ENE. ഇതാരാ? ബ്യൂട്ട് 2ENE. ഏത് ഐസോമെറിസാ കാണിക്കുന്നത്? ഫങ്ഷണൽ ഐസോമെറിസം. ഓക്കെ, മൈൻഡിൽ കിടന്നോളൂ കേട്ടോ. ഇനി ഒരെണ്ണം കൂടി തരാം. ഇതേപോലെ തന്നെ സെയിം പാറ്റേൺ ഉള്ളവരാണ്. ഇതാ ഇവിടെ നോക്കി, ഇവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ മോളിക്കുലർ ഫോമുല എഴുതി കഴിഞ്ഞാൽ രണ്ടുപേരുടെയും സെയിം ആയിരിക്കും. നോക്കി, ശരിയല്ലേ? C4 എണ്ണം അല്ലെ, C4 എണ്ണം, ഹൈഡ്രജൻ 6 എണ്ണം. അടുത്തവന്റെ എഴുതിയാലും C4 എണ്ണം, ഹൈഡ്രജൻ 6 എണ്ണം. എന്തായിരിക്കും ഇവരുടെ IUPAC നെയിം? ഇവരുടെ IUPAC നെയിം 4 കാർബൺ അല്ലേ പറഞ്ഞത്, അപ്പൊ ബ്യൂട്ട് 1YNE അല്ലെ, അത് ട്രിപ്പിൾ ബോണ്ട് ആണല്ലോ. അടുത്ത ആളുടെ എഴുതി കഴിഞ്ഞാലോ ബ്യൂട്ട് 2YNE. കണ്ട, ബ്യൂട്ട് 2YNE. അപ്പൊ ഇത് രണ്ട് ഡിഫറെന്റ് ആൾക്കാരാണ് അല്ലെ, ഒരേ ഫാമിലിയിലാണ്, ആൽക്കൈൻ ഗ്രൂപ്പിലാണ്, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പൊസിഷൻ ഐസോമർ. അപ്പോൾ ഇത് വരുന്ന കാര്യം മൈൻഡിലിരിക്കുക. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ സ്ഥാനം മാറി വന്നാലും നമ്മൾ എന്താ ചെയ്യുക, അത് പൊസിഷൻ ഐസോമർ ആയിട്ടാണ് എടുക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ടാണ്. പൊസിഷൻ ഐസോമറിന്റെ സ്ട്രക്ചറൽ ഫോർമുല, എല്ലാ പൊസിഷൻ ഐസോമറും പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഫോർമുല എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. Activity 33. ഓക്കെ, ഇതിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ പൊസിഷൻ ഐസോമറും വരയ്ക്കാൻ. അപ്പൊ ഇത് ഏത് ഗ്രൂപ്പാണ് വന്നേക്കുന്നത് മനസ്സിലായല്ലോ, ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണല്ലോ, ഹാലോ. അപ്പൊ ഈ നമ്മള് പൊസിഷൻ ഐസോമർ വരയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ വന്നിരിക്കുന്ന ഈ ഹാലോ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറ്റി മാറ്റി കൊണ്ടിരുന്നാൽ മതി അല്ലെ. ആദ്യം എന്ത് ചെയ്യാം, CH3, CH2, 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 CH3 ഇതാണല്ലോ കോമ്പൗണ്ട് അല്ലെ. ഇതിനകത്തേക്ക് ഒരു ഹാലോ ഗ്രൂപ്പ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെയും കൊടുക്കരുത്, ഇവിടെയും കൊടുക്കരുത് ഹാലോ ഗ്രൂപ്പിന്. കാരണം ഓൾറെഡി ഹാലോ ഇതിന്റെ പേര് തന്നെയാണത് അല്ലെ. ഫസ്റ്റ് പൊസിഷനിലേക്ക് കിടക്കുന്നതിന്റെ പേരെന്താ? ക്ലോറോ പെന്റെയിൻ അല്ലെങ്കിൽ 1 ക്ലോറോ പെന്റെയിൻ. അത് ഓൾറെഡി വന്നു. ക്ലോറോ പെന്റെയിൻ എന്ന് പറഞ്ഞാൽ ആരാ? 1 ക്ലോറോ പെന്റെയിൻ എന്നാണ്. അതുകൊണ്ട് ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, ഫസ്റ്റ് ലാസ്റ്റ് കൊടുക്കേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോറിന് എന്ത് ചെയ്യാം, സെക്കൻഡ് പൊസിഷനിൽ കൊടുക്കാം. ഒരു ഹൈഡ്രജനെ കളഞ്ഞിട്ടാട്ടോ ക്ലോറിൻ കയറുള്ളൂ, ചുമ്മാ കയറില്ല, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണ്ടേ. എന്നിട്ട് ഇവിടെ ആര് വരും? ക്ലോറിൻ വരും. ഇതിന്റെ പേരെന്താ? 2 ക്ലോറോ പെന്റെയിൻ. 2 ക്ലോറോ പെന്റെയിൻ. ഇനി അതുപോലെ ഈ ക്ലോറിൻ എടുത്ത് നമുക്ക് എവിടെ കൊടുക്കാം? തേർഡ് പൊസിഷനിൽ കൊടുക്കാം. ശ്രദ്ധിച്ചോ, CH3 ആദ്യം കാർബൺ കൊടുക്കാം കേട്ടോ. 1 2 3 4 5. ഇത് മാറൂല്ലോ, ഇതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷനിലല്ലേ വ്യത്യാസം വന്നത്. 3 4 5 എണ്ണം അല്ല, 5 എണ്ണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റിലും അല്ല സെക്കൻഡിലും അല്ല, തേർഡിൽ കൊടുക്കണം. തേർഡില് ക്ലോറിൻ കൊടുക്കാം. CH3, CH2, CH2, CH3. എന്തായിരിക്കും എന്റെ പേര്? മൂന്നാമത്തെ പൊസിഷനിലല്ലേ, 3 ക്ലോറോ പെന്റെയിൻ. അങ്ങനെ 2 പൊസിഷൻ ഐസോമർ നമ്മൾ വരച്ചു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇനി ഒരെണ്ണം നമുക്കിത് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? സ്റ്റിൽ അത് 2 ക്ലോറോ പ്രൊപ്പൈൻ വീണ്ടും തിരിച്ചു പഴയത് തന്നെ ആയി പോകും. കാരണം ലോവസ്റ്റ് പൊസിഷനല്ലേ നമ്മൾ കൊടുക്കുക. അത് ശ്രദ്ധിച്ചോളണം കേട്ടോ, നമ്മൾ അതിൽ പോയി വീഴരുത്. ലോവസ്റ്റ് പൊസിഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ കൊടുത്തിട്ട് 4 ക്ലോറോ എന്ന് പറയരുത്, ഇപ്പുറത്തേക്കാ വായിക്കുക അല്ലെ. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്പറിങ് ചെയ്യേണ്ട ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും വരിക. ചെറിയ പൊസിഷൻ നമ്പർ അല്ലേ നമ്മൾ കൊടുക്കുക ബ്രാഞ്ചിന്. ആൽക്കൈൽ ഗ്രൂപ്പ് പോലെ തന്നെയാന്ന് പഠിച്ചിട്ടില്ലേ ഹാലോ വരുമ്പോഴും. അപ്പൊ എന്ത് വരും? 2 ക്ലോറോ പ്രൊപ്പൈൻ തന്നെ, 2 ക്ലോറോ പെന്റെയിൻ തന്നെ വരും. അതല്ലല്ലോ നമുക്ക് വേണ്ടേ. അപ്പൊ 2 ഐസോമർ നമ്മൾ ഇവിടെ വരച്ചു കഴിഞ്ഞു. ഒന്ന് 2 ക്ലോറോ പെന്റെയിനും പിന്നെ 3 ക്ലോറോ പെന്റെയിനും. 2 എണ്ണാണ് നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതും കൂടെ ചെയ്താൽ നമ്മുടെ ഫങ്ഷണൽ ഐസോമെറിസം തീരൂട്ടാ. ആക്ടിവിറ്റി 34 പറഞ്ഞിരിക്കുന്നത് പെന്റാൻ 2 ഓണിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ്. കണ്ട,
പെന്റാൻ 2 ഓണിന്റെ സ്ട്രക്ചർ ഫോമുല വരച്ച അതിന്റെ പോസിറ്റീവ് ഐസോമർ അടയാളം. നമുക്ക് ആദ്യം പെന്റാൻ 2 ഒന്ന് വരയ്ക്കാം. എങ്ങനെ പെന്റാൻ 2 ഓൺ വരയ്ക്കാം? CH3 CH2. ഇനി ഏതാ വരിക? രണ്ടാമത്തെ പൊസിഷനിൽ ആര് വേണം? CO ഗ്രൂപ്പ് വേണം. CO ഗ്രൂപ്പ് വേണം. രണ്ടാമത്തെ പൊസിഷനിൽ CO ഗ്രൂപ്പ് വേണം. കണ്ട CO CH2 CH2. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പെന്റാൻ എന്ന് പറയുമ്പോൾ ഇതിലെ കാർബണും എണ്ണണം. നമ്മൾ ആ നെയിമിങ്ങിൽ പഠിച്ചാണ് 1 2 3 4 5. ഇതാണ് പെന്റാൻ 2 ഓൺ. പെന്റാൻ 2 ഓൺ. ഇനി ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ CO ഗ്രൂപ്പ് മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് മെറ്റാമെരിസം എന്ന് പറയാറുണ്ടെന്ന്. ആ ഒരു കാര്യം മൈൻഡിൽ ഇരിക്കണം കേട്ടോ, കാരണം മുന്നോട്ട് പോകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇതിലിപ്പോ പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, എങ്കിലും ഈ CO ഗ്രൂപ്പ് മാറി വന്നാൽ അത് മെറ്റാമെരിസത്തിൽ പെടും. അതൊന്ന് മൈൻഡിൽ വെച്ചേക്കാട്ടോ. ഓക്കെ, CO ആയതുകൊണ്ട് COക്കും ഓക്കും മാത്രമാണ് ആ പ്രത്യേകത ഉള്ളത് കേട്ടോ. ഇത് മാറി വരുമ്പോൾ അതിന് മെറ്റാമെരിസം ഗ്രൂപ്പിലും അത് വരും കേട്ടോ, ശ്രദ്ധിച്ചോളാം. ഇനി നോക്കാം, നമുക്ക് നമ്പറിങ് കൊടുക്കാം. 1 2 3 4 നമ്പർ ചെയ്യാം. കറക്റ്റ് അല്ലേ എന്നൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിട്ടാ കേട്ടോ. 2 3 ശരിയല്ലേ? 4 5 5 കാർബൺ പെന്റാൻ. സെക്കൻഡ് പൊസിഷനിൽ CO ഗ്രൂപ്പ് ആണ് വന്നേക്കുന്നത്, പെന്റാൻ 2 ഓൺ. ഇനി ഇതിന്റെ പൊസിഷൻ ഐസോമർ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ CO ഗ്രൂപ്പിനെ എടുത്ത് അപ്പുറം ഇട്ടാൽ മതി. അപ്പൊ എന്ത് വരും? CH3 CH2 CO CH2 CH3. അപ്പൊ എന്താ ഇവന്റെ പേര്? 1 2 3. 3-ലല്ലേ തേർഡ് പൊസിഷനിലല്ലേ CO വരുന്നത്. അപ്പൊ പെന്റാൻ 3 ഓൺ എന്നായി. പെന്റാൻ 3 ഓൺ. ഇനി എടുത്ത് ഇവിടെ ഇടരുത്. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് പെന്റാൻ 4 ഓൺ എന്നല്ല വായിക്കുക, ലോവസ്റ്റ് പൊസിഷൻ പെന്റാൻ 2 ഓൺ തന്നെ ആയി പോകും. അതുകൊണ്ട് നമുക്കിവിടെ ഒരു പൊസിഷൻ ഐസോമർ ആണ് പോസിബിൾ ആയിട്ടുള്ളത്, പെന്റാൻ 3 ഓൺ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫങ്ഷണൽ ഐസോമെരിസം. ഫങ്ഷണൽ ഐസോമെരിസം എന്തായിരിക്കും? ഫങ്ഷണൽ ഐസോമെരിസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഐസോമെരിസം എന്ന പ്രോപ്പർട്ടി വരണമെങ്കിൽ ഇവരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആയേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ആദ്യം പറയാ, കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല. കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല. അപ്പൊ പിന്നെ എന്തായിരിക്കും ഇവരുടെ ഡിഫറൻസ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്, ഈ ഹെഡിങ് നോക്കിയാൽ മതി. എന്തായിരിക്കും ഡിഫറൻസ്? ഫങ്ഷണൽ ഗ്രൂപ്പില് ഡിഫറെന്റ് ആയിരിക്കും കേട്ടാ. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. മോളിക്കുലർ സെയിം ആണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് ഫങ്ഷണൽ ഐസോമർ ആയിരിക്കും കേട്ടോ. ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇങ്ങനെ ഐസോമെരിസം കാണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫങ്ഷണൽ ഐസോമെരിസം എന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി 35-ല് ഫങ്ഷണൽ ഐസോമറിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിനകത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇതിനകത്ത് രണ്ടിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റിൽ കാണുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ഫസ്റ്റിൽ കാണുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പ്, CHO അല്ലേ? ആൽഡിഹൈഡ് ഗ്രൂപ്പ്. സെക്കൻഡിൽ കാണുന്ന ഏതാ? കീറ്റോ ഗ്രൂപ്പാണ്. രണ്ട് ഗ്രൂപ്പാ വന്നേക്കുന്നത്. പക്ഷെ നിങ്ങൾ അവരുടെ മോളിക്കുലർ ഫോർമുല എഴുതി നോക്കിയേ. ഇതിനകത്ത് എത്ര കാർബൺ ഉണ്ടെന്ന് എണ്ണി ഒന്ന് എഴുതി നോക്കിയേ. 1 2 3 കാർബൺ 6 ഹൈഡ്രജൻ 1 ഓക്സിജൻ. ഇതിനകത്തോ 3 കാർബൺ 6 ഹൈഡ്രജൻ 1 ഓക്സിജൻ. കണ്ടോ, മോളിക്കുലർ ഫോർമുല സെയിം ആയി, ഡിഫറെന്റ് ഫങ്ഷൻ ഗ്രൂപ്പായി. കണ്ടോ, C3H6O C3H6O. ഇങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫങ്ഷണൽ ഐസോമെരിസം. അപ്പൊ വ്യത്യാസം ശരിക്കും മനസ്സിലായിക്കോണം. പൊസിഷൻ ഐസോമെരിസം എന്ന് പറഞ്ഞാൽ സെയിം ഫങ്ഷൻ ഗ്രൂപ്പ് ആണ്, ഒരേ ഫങ്ഷൻ ഗ്രൂപ്പ് തന്നെ കാണും. പക്ഷെ ഫങ്ഷണൽ ഐസോമെരിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് വേറെ ഒരെണ്ണൂടെ കാണാം.
എവിടെ നോക്കി, write the structural formula and IUPAC name of functional isomer. ഓക്കെ, നമ്മൾ ഇതിന്റെ ഫംഗ്ഷണൽ ഐസോമർ എഴുതാൻ പോവാണ് കേട്ടോ. CH3 നമ്മളോട് ഫംഗ്ഷണൽ ഐസോമർ എഴുതാം. അപ്പൊ 1-2 ക്വസ്റ്റ്യൻ ഇതുപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കട്ടോ, നമ്മൾ സ്പീഡ് ആവാൻ വേണ്ടിയിട്ട്. CH2 മിക്കവാറും ഇത് ഇങ്ങനത്തെ ടൈപ്പ് തന്നെ ചോദിക്കും. ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുമ്പോൾ അതിന്റെ ഫംഗ്ഷണൽ ഐസോമർ എഴുതുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും അല്ലെ. നമ്മൾ 6-7 ഫംഗ്ഷൻ ഗ്രൂപ്പ് മൊത്തം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ആരാ വരാന്ന് എങ്ങനെ മനസ്സിലാക്കാം? അപ്പൊ നമ്മളൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ CHO വരുമ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ആരെ കൊടുക്കാന്നറിയോ? CO കൊടുക്കാം കേട്ടാ. അതൊന്നും മൈൻഡിൽ ഇരുന്നാൽ മതി. അപ്പൊ എന്ത് വരും നോക്കി, CH3 അല്ലെ, CH3 കൊടുത്തോ, എവിടെ വേണേലും CO കൊടുത്തോ. CH2 CO CH3 കറക്റ്റ് അല്ലേ നോക്കി. കാരണം കാർബണിന്റെ എണ്ണം കറക്റ്റാ. 1 2 3 4 4 കാർബൺ, 5 8 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. ഇതുപോലെ 4 കാർബൺ, 8 ഹൈഡ്രജൻ, 1 ഓക്സിജൻ കേട്ടോ. അപ്പൊ CO അപ്പൊ നിങ്ങളൊന്ന് നോട്ടായിട്ട് ഒന്ന് കുറിച്ച് വെച്ചാൽ മതി കേട്ടോ. CHO വന്നു കഴിഞ്ഞാൽ CHO ഗ്രൂപ്പിനെ കണ്ടിട്ട് നമ്മളോട് പറയാണ് ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് എഴുതാം, ഫംഗ്ഷണൽ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ, ഫംഗ്ഷണൽ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വെറുതെ സമയം പോകും, നമ്മൾ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചെടുക്കൂലോ, അതിന്റെ ആവശ്യമില്ല. CO നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. CHOയുടെ ഫംഗ്ഷണൽ ഐസോമർ ആയിട്ട് വരുന്ന ഏത് കോമ്പൗണ്ട് ഉള്ളതായിരിക്കും, ഏത് ഗ്രൂപ്പ് ഉള്ളതായിരിക്കും? CO ഉള്ളതായിരിക്കും അതിനകത്ത് വരിക കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ആവാൻ പറ്റും. മറ്റേ നമ്മുടെ സമയം വെറുതെ പോകും. നമ്മൾ അത് ഇതൊക്കെ ചിന്തിച്ച് ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കുമല്ലോ. COH എടുത്ത് നോക്കും, നോക്കുമ്പോൾ 2 O അവിടെ കൂടും. OH എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് C ഇല്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ വരും കേട്ടോ. അപ്പൊ ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ച് ഒന്ന് മൈൻഡിൽ ഇരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ഐസോമെറിസം, ലാസ്റ്റ് ടൈപ്പ് ആണ് മെറ്റാമെറിസം. 4th വൺ, മെറ്റാമെറിസം. എന്താണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കിക്കോട്ടോ. മെറ്റാമെറിസം എക്സിബിറ്റ് ചെയ്യുന്ന എല്ലാവരും ഇല്ല. എല്ലാവരും ഇല്ല. ആകെ 2 പേരുള്ളൂ. ഒന്ന് ആൽക്കോക്സിയും 2 കീറ്റോ ഗ്രൂപ്പും കേട്ടോ. അത് ആദ്യം ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ഇത് ആരിലാണ് നമ്മൾ ഇത് കാണുന്നതെന്ന്? ആൽക്കോക്സി ഗ്രൂപ്പിലും. ആൽക്കോക്സി ഗ്രൂപ്പ് എന്താ? ഈ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജൻ ഇടയ്ക്കുണ്ടാവും. നമ്മൾ പറയില്ലേ മിത്തോക്സി മീതെയിൻ അല്ലെ, എത്തോക്സി പെൻഡെയിൻ എന്നൊക്കെ പറയില്ല. അതാണ് ഈ ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പും അതുപോലെ കീറ്റോ ഗ്രൂപ്പും. കീറ്റോ ഗ്രൂപ്പ് ഏതാ? കീറ്റോൺസ് പഠിച്ചില്ലേ? ഇടയ്ക്ക് ഇപ്പൊ തൊട്ടു മുന്നേ ഇതില്ലേ CO ഇടയ്ക്ക് വരുന്നത്, അതാണ് കീറ്റോ ഗ്രൂപ്പ്. ON ലാസ്റ്റ് വരുന്ന പേര് എഴുതുമ്പോൾ ഇവര് 2 പേരുമാണ് മെറ്റാമെറിസം കാണിക്കുള്ളൂ. അപ്പൊ ഇവരെ 2 പേരെയും കണ്ടാൽ നിങ്ങൾ മെറ്റാമെറിസം എഴുതിയാൽ മതി. ഓക്കെ, അല്ലാണ്ട് എഴുതണ്ട. ഇനി എന്തായിരിക്കും നമ്മുടെ നോർമൽ ഡെഫിനിഷൻ? എന്തായിരിക്കും? സെയിം മോളിക്കുലർ ഫോർമുല. ഇനി ഡിഫറൻസ് എന്താണെന്ന് ശരിക്കും കേട്ടോട്ടാ. സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും. ഇവരുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള എണ്ണം ഒരേ ആൽക്കോക്സി ഗ്രൂപ്പ് തന്നെ ആയിരിക്കും രണ്ടിലും, പക്ഷെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള എണ്ണം ഡിഫറെന്റ് ആയിരിക്കും. അതായത് പൊസിഷൻ ഐസോമർ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പൊസിഷൻ ഐസോമർ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മെറ്റാമെറിസം എന്ന് വിളിക്കാം. അതായത് ആ ഓയുടെ പൊസിഷൻ അല്ലേ അപ്പുറത്തോ ഇപ്പുറത്തോ മാറിയിട്ടുണ്ടാവും. ഇപ്പൊ 2 ആൽക്കോക്സി കോമ്പൗണ്ട് തന്നെ ആയിരിക്കും, 2 ഒരേ ഫംഗ്ഷൻ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും, പക്ഷെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള പൊസിഷൻ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും, സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, ബട്ട് പിന്നെ എന്താ ഇവിടെ വ്യത്യാസം? ബട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ എയ്തർ സൈഡ്. ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ എയ്തർ സൈഡ് ഈസ് ഡിഫറെന്റ്. 2 സൈഡിലുള്ള ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ഐഡിയ കിട്ടും കേട്ടോ. ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ എയ്തർ സൈഡ് ഡിഫറെന്റ്. ബ്രാക്കറ്റിൽ കുറച്ചുകൂടി ഇത് മനസ്സിലാക്കാൻ എളുപ്പം എന്താണെന്നറിയോ? ആ സിയോടെയോ ഓടെയോ പൊസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ആ പൊസിഷൻ ഐസോമർ പറഞ്ഞ പോലെ തന്നെ, അതിന്റെ ഒരു സ്പെഷ്യൽ കേസാണിത്. ഓക്കെ, പൊസിഷൻ ഐസോമർ പറഞ്ഞ പോലെ തന്നെ പൊസിഷൻ ഡിഫറെന്റ് എന്ന് കൊടുത്താൽ, അല്ലെങ്കിൽ പൊസിഷൻ ഐസോമർ പോലെ എന്നൊക്കെ കൊടുക്കും. പൊസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് മെറ്റാമെറിസത്തിന്റെ ഒരു എക്സാമ്പിൾ കാണാം. എക്സാമ്പിൾ കണ്ടാ തിരിയും കേട്ടോ. എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും. ഇല്ല, റെഡി കാണിച്ചാൽ ആ ക്വസ്റ്റിൽ നമ്മളൊന്ന് ചേഞ്ച് വരുത്തിയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നത് കേട്ടോ. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. ഇതിൽ കണ്ട, ഇവിടെ ഓടെ പൊസിഷൻ കണ്ട 3-ാം സ്ഥാനത്താണ്. ഇവിടെ ഓടെ പൊസിഷൻ എവിടെയാ? 2-ാം സ്ഥാനത്താണ്. ഇത്രേ ഉള്ളൂ. ഇതിനാണ് മെറ്റാമർ എന്ന് പറയുന്നത്. ഒരേ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കണം, പക്ഷെ അവന്റെ സ്ഥാനം ഡിഫറെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ പറയുന്നത് എന്താ? ടെക്സ്റ്റിൽ ലാംഗ്വേജ് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള ഗ്രൂപ്പുകളുടെ എണ്ണം, ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ.
ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കും. ഒന്ന് നോക്കി, ഇവിടെ നോക്കി, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 ഇവിടെ 2 ഇവിടെ 2 അല്ലെ. അപ്പൊ ഇവിടെ 2 കാർബൺ ഉണ്ട് അല്ലെ. ഇവന്റെ പേര്, ഇവന്റെ മോളിക്യൂൾ ഫോമിൽ ആദ്യം എഴുതാം. 1 2 3 4 4 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 5 7 10 10 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. ഇവന്റെയോ 4 കാർബൺ അല്ലെ, 5 7 10 10 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. അപ്പൊ തന്നെ ഇത് ഐസോമറായി അല്ലെ. ഇനി ഇത് ഏത് ടൈപ്പ് ഓഫ് ഐസോമറിസ് ആണ് കാണിക്കുന്നത്? ഓക്സിജന്റെ എണ്ണം ഇവിടെ നോക്കി, ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലെ. ഇവിടെ 2 ഗ്രൂപ്പ്. അപ്പൊ വേണമെങ്കിൽ എഴുതിക്കോ, ആദ്യം മോളിക്യൂൾ ഫോമിൽ എഴുതി, IUPAC നെയിം എഴുതിക്കോട്ടോ. ഫസ്റ്റ് IUPAC നെയിം എന്താ? ഈത്തോക്സി. 2 എണ്ണം അല്ലെ, ഈത്തോക്സി ഈതെയിൻ. അടുത്തതിന്റെ IUPAC നെയിം എന്താ? മെത്തോക്സി മെത്തോക്സി പ്രൊപ്പൈൻ. അപ്പൊ ഇങ്ങനെ പേര് മാറിയാൽ തന്നെ നിങ്ങൾ ഉറപ്പിച്ചോ ഡി ഐസോമറിസ് ആണ് കേട്ടോ, മെത്തോക്സി പ്രൊപ്പൈൻ. അപ്പൊ എന്താണ് ഇതിനകത്ത് ഐസോമറിസത്തിൽ എന്താ പ്രത്യേകത? എന്താ? ഇവിടെ 2 കാർബൺ ഉണ്ട് അല്ലെ, 2 ഗ്രൂപ്പാണ്. ഓക്സിജന്റെ ഫസ്റ്റില് ഇവിടെ 2 കാർബൺ ഉള്ള ഗ്രൂപ്പാണ്. അതൊക്കെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് മനസ്സിലാവാൻ. 2 കാർബൺ ഉള്ള ഗ്രൂപ്പ് ആയിരുന്നു. റൈറ്റ് സൈഡില് സെയിം തന്നെ 2 കാർബൺ ഗ്രൂപ്പാണ്. പക്ഷെ രണ്ടാമത്തേൽ വന്നപ്പോ കണ്ട, റൈറ്റ് സൈഡില് 1 കാർബൺ ഗ്രൂപ്പായി. 1 കാർബൺ ഉള്ള ഗ്രൂപ്പാണ് ലെഫ്റ്റ് സൈഡിൽ. സോറി, ലെഫ്റ്റ് സൈഡില്. റൈറ്റ് സൈഡിലോ 3 കാർബൺ ഉള്ള ഗ്രൂപ്പാണ്. കണ്ടോ, ഓടെ പൊസിഷൻ മാറി. അതന്നെ ഞാൻ പറഞ്ഞ, ഓടെ പൊസിഷൻ മാറി. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള എണ്ണത്തിൽ വ്യത്യാസം വന്നു, 2 സൈഡിലുള്ള എണ്ണത്തിൽ വ്യത്യാസം വന്നു. ഇങ്ങനെ കാണിക്കുന്ന ഐസോമറിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റാമെരിസം എന്ന് പറയുന്നത്. നമുക്ക് ഒരെണ്ണം കൂടി എഴുതാം. അപ്പൊ ഓയുടെ സ്ഥാനം മാറി, അങ്ങനെ ചിന്തിച്ചാൽ മതി. അതാ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പം കേട്ടോ. ഓയുടെ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ മെറ്റാമെരിസത്തിൽ പെടും. അടുത്ത ഒരെണ്ണം നോക്കി, കണ്ടോ? ഇതിലെ നമ്മൾ നെയിം കൊടുക്കുമ്പോ 5 കാർബൺ അല്ലേ, 5 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 5 10 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. ഇവിടെയോ 3 4 5 5 കാർബൺ 10 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. എന്താ വ്യത്യാസം? സിയോടെ സ്ഥാനം മാറി. കണ്ടോ? അപ്പോ സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള ഗ്രൂപ്പുകൾ മാറി. ഇവിടെ 2 ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലും 2 ഗ്രൂപ്പ് റൈറ്റ് സൈഡിലും ആയിരുന്നു. ഇവിടെ 1 ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലും 3 കാർബണുള്ള ഗ്രൂപ്പ് റൈറ്റ് സൈഡിലുമാണ്. കണ്ട? അപ്പൊ ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ 2 കാർബണുള്ള ഗ്രൂപ്പ്, റൈറ്റ് സൈഡിൽ 2 കാർബണുള്ള ഗ്രൂപ്പ്. പക്ഷെ രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോഴോ ലെഫ്റ്റ് സൈഡിൽ 1 കാർബണുള്ള ഗ്രൂപ്പാണ്, റൈറ്റ് സൈഡിൽ 3 കാർബണുള്ള ഗ്രൂപ്പാണ്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുന്നതിലേക്കായും കുറച്ചുകൂടി എളുപ്പം എന്താ? ആ സിയോടെ സ്ഥാനം മാറിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഫസ്റ്റത്തേല് മൂന്നാമത്തെ സ്ഥാനത്തായിരുന്നു, ഇപ്പത്തേല് വന്നപ്പോ രണ്ടാമത്തെ സ്ഥാനം. അപ്പൊ എന്ത് ഐസോമറിസം ഇവർ കാണിക്കുന്നത്? മെറ്റാമെരിസം. അതായത് പൊസിഷൻ ഐസോമറിസം തന്നെ. പൊസിഷൻ ഐസോമറിസം സിയോയിലും ഓയിലും വരുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ നെയിം ഇട്ട് വിളിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ. ഇനി ഇവരുടെ IUPAC നെയിം എന്താ? അത് ചോദിച്ചിട്ടില്ലേ? എന്താ ഇവരുടെ IUPAC നെയിം? ആദ്യത്തെ IUPAC നെയിം എന്താ? 1 2 3. മൂന്നാമത്തേലല്ലേ? അങ്ങോട്ട് എണ്ണിയാലും മൂന്നാമത്തേലല്ലേ കീറ്റോ ഗ്രൂപ്പ് വന്നേക്കുന്നത്? അപ്പൊ എന്താ വരിക? പെൻഡാൻ. പഠിപ്പിച്ച് മറന്നുപോയാ? പെൻഡാൻ 3 ഓൺ. അതുപോലെ അടുത്ത് നോക്കിയാലോ 5 എണ്ണം അല്ലേ പെൻഡാൻ. പക്ഷെ രണ്ടാമത്തേലല്ലേ? രണ്ടാമത്തെ ഇങ്ങോട്ട് എണ്ണിയാൽ നാലാമത്തേല. അത് എടുക്കരുത്, ചെറിയ പൊസിഷൻ എടുക്കാവുള്ളൂ. പെൻഡാൻ 2 ഓൺ. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരേ മോളിക്കുലർ ഫോർമുലയും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്ന് വിചാരിച്ചോ, സിഒയും ഓയും വന്നിട്ട് അവരുടെ സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് ഏത് ഐസോമെറിസ് ആയിരിക്കും കാണിക്കുക? മെറ്റാമെരിസ് ആയിരിക്കും കാണിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അടുത്തത് ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഒരു റിവിഷൻ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിനകത്ത് ഏതൊക്കെയാണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഐസോമെറിസം കാണിക്കുന്നതെന്നാണ് നോക്കാം. ഒരു പേരെടുത്ത് എഴുതാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. എല്ലാത്തിനും നമ്മൾ പഠിച്ചതിലെ എല്ലാത്തിലെയും ഓരോ പേരുകളെ വീതം ഇതിനകത്ത് എടുത്തെഴുതണം. ശ്രദ്ധിച്ചോ. ആക്ടിവിറ്റി 40 ആട്ടോ, 39 ഇല്ല, 40. ഇവിടെ വരുമ്പോ കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് സാധാരണ ഇതിനകത്ത് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ എല്ലാവരെയും മോളിക്കുലർ ഫോമിൽ എടുത്തെഴുതാം. ഫസ്റ്റ് തന്നെ മോളിക്കുലർ ഫോമിൽ എന്താ? 4 കാർബൺ അല്ലെ, 5 7 9 10 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. അടുത്തതോ 3 4 5 5 കാർബൺ 5 7 9 12 ഹൈഡ്രജൻ. അടുത്തതോ 3 4 5 6 അല്ലെ, 6 കാർബൺ 5 6 9 12 ഹൈഡ്രജൻ. 5 അല്ലേ ഉള്ളൂ, സോറി, എന്റെ കൗണ്ട് ചെയ്താ 5. അടുത്തത് 4 കാർബൺ 10 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. ഇപ്പൊ തന്നെ നമുക്ക് ഐസോമറിന് ഏകദേശം ഐഡിയ കിട്ടി കാണും. അടുത്തതിലോ 4 കാർബൺ 10 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം?
ചെയിൻ ഐസോമറിസം നോക്കാം. ഞാൻ ഒരു എളുപ്പ വഴി പറയട്ടെ. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇല്ലാത്ത ആളെ നോക്കിയാൽ മതി, അയാളായിരിക്കും ചെയിൻ ഐസോമറിസം. ആരായിരിക്കും? ദാ സെക്കൻഡ് നോക്കിയ സെക്കൻഡ് മൊളിക്യൂൾ ഫോർമുല എന്താ? C5H12. അടുത്താരാ? C5H12. അപ്പൊ ആരൊക്കെയാണ്? 2ഉം 3ഉം ആണ് ചെയിൻ ഐസോമറിസം. ഓക്കെ, ചെയിൻ ഐസോമറിസം കാണിക്കുന്നത് ചെയിൻ ഐസോമറിസം 2 and 3. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനൊരു ഷോർട്ട് കട്ട് അവിടെ തന്നെ എഴുതി വെച്ചേക്ക്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലാത്തത് നോക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലാത്തത് നോക്കിയാൽ മതി. ഇല്ലാത്തത് നോക്കുക. അത് എളുപ്പവഴിയാണ്, പെട്ടെന്ന് നമുക്ക് സ്പീഡാകാൻ വേണ്ടിയിട്ട് ഇതാ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ സമയം പോകും. അപ്പൊ അത് കിട്ടി അല്ലെ. ഇനി എന്ത് ചെയ്യണം? പൊസിഷൻ ഐസോമറിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത് നോക്കണം. പൊസിഷൻ ഐസോമർ കാണാൻ സെയിം ഫങ്ഷൻ അവിടെ എഴുതി വെച്ചോ. സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത് നോക്കണം. സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത് നോക്കുക. ആരായിരിക്കും? ഇത് കൃത്യമായിട്ട് മനസ്സിലായിക്കൊള്ളണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് കുറഞ്ഞു. സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉള്ള ആരൊക്കെയാ നോക്കി ഇതിനകത്ത്? സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇവിടെ ഇത് നമുക്ക് മെറ്റാമറിൽ എഴുതിയാൽ 3ഉം 5ഉം ഓ അല്ലേ. ഒരേ ഓ വരുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മെറ്റാമർ അല്ലേ. ഈ OH വരുന്ന കണ്ടോ ഫസ്റ്റത്തേല്? ഇതേ OH ഉള്ള വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇതേ ലാസ്റ്റ് കിടക്കണോ? കണ്ടോ? ഇവരെ മോളിക്യൂൾ ഫോമിൽ നോക്കണേ. മോളിക്യൂൾ ഫോമിൽ ഉണ്ടോ? സെയിം അല്ലേ? C4H10. ഇവര് രണ്ടുപേരും ആയിരിക്കും നമ്മൾ എന്തിൽ എഴുതാ? പൊസിഷൻ ഐസോമറിൽ എഴുതാ കേട്ടോ. 1ഉം 6ഉം 1 and 6. 1 and 6. ഇനി അടുത്ത ഏത് ഐസോമറിസ് ആണ്? ഫങ്ഷണൽ ഐസോമർ. ഫങ്ഷണൽ ഐസോമർ. ഫങ്ഷണൽ ഐസോമറിനെ കാണാൻ എന്താ ചെയ്യണ്ടേ? ഡിഫറന്റ് ഫങ്ഷൻ ഗ്രൂപ്പ് ഉള്ളത് നോക്കണം. ഡിഫറന്റ് ഗ്രൂപ്പ് ഉള്ളത് നോക്കണം. ഡിഫറന്റ് ഗ്രൂപ്പ് ഉള്ള ആരാ നോക്കി ഇതിനകത്ത്? ഒരേ മോളിക്കുലർ ഫോമുല ഡിഫറന്റ് ഗ്രൂപ്പ്. ആരെ കാണാ? C4H10 വേറെ ആയിരിക്കും വന്നേക്കുന്നത്. ഇവിടെ OH ആണ്. ഇത് കണ്ടോ? ഇവിടെ O അല്ലേ? 1ഉം 5ഉം കണ്ടോ? ഫസ്റ്റത്തേല് C4H10 O ആണ്. ഈ ഫിഫ്ത്ത് നോക്കി C4H10 O. പക്ഷെ ഫസ്റ്റിൽ ഏതാ ഗ്രൂപ്പ്? OH. 5ൽ ഏതാ ഗ്രൂപ്പ്? O. കണ്ടോ? അപ്പൊ ഏതൊക്കെ എഴുതാം? 1ഉം 5ഉം നമുക്ക് എഴുതാം അല്ലെ. ഇനി 1ഉം 5ഉം വേണമെങ്കിൽ എഴുതാം. ഇനി 1ഉം 3ഉം 3 വിട്ടുപോയി തോന്നുന്നു അല്ലെ. ഇവിടെ ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടാ. ഏതാ? C4H10O. 1ഉം 3ഉം വേണമെങ്കിൽ എഴുതാം. അപ്പോ കണ്ടോ? 1ഉം 3ഉം വേണമെങ്കിൽ എഴുതാം. സെയിം മോളിക്യൂൾ ഫോമുലയാണ്, പക്ഷെ ആൾക്കാർ വേറെ അല്ലേ. OH OU അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1ഉം 5ഉം കൊടുക്കാം. കണ്ടോ? 3 4 5 അല്ല 5 4 കറക്റ്റാ. 4 കാർബൺ 5 10 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ അതും കൊടുക്കാം കേട്ടോ. 1ഉം 3യോ 1ഉം 5ഓ ഏത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഫങ്ഷണൽ ഐസോമർ ഓർണല്ലേ ചോദിച്ചിട്ടുള്ള ഒരെണ്ണം മതി. 1 and 3 അല്ലെങ്കിൽ 1 and 5 ഒന്നും കൊടുക്കാം കേട്ടോ. 1 and 5 ഒന്നും കൊടുക്കാം. ഓക്കെ, നോ പ്രോബ്ലം കേട്ടോ. പക്ഷെ 3ഉം 5ഉം കൊടുക്കരുത്. 3ഉം 5ഉം പൊസിഷൻ മാറിയേക്കണേ. നമ്മൾ മെറ്റാമറിസത്തിലാ പറയാം. O തന്നെയാണല്ലോ. ഡിഫറന്റ് ഗ്രൂപ്പ് ഉള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. ഡിഫറന്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ OH ആണ്, ഇവിടെ O ആണ്. ഇവർ രണ്ടുപേരും പറയാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വണ്ണിലേക്ക് കിടക്കാം. മെറ്റാമറിസം കാണിക്കുന്ന ആരാ? മെറ്റാമറിസത്തിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് എന്താ? മെറ്റാമറിസം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ മാത്രം നോക്കിയാൽ മതി? COO മാത്രം നോക്കാം. പ്രത്യേകം എഴുതിക്കും. ഇവരെ മാത്രമേ ഇതിന് നോക്കാവുള്ളൂ. മാത്രം നോക്കാം. COയും Oയും വരുന്നത് മാത്രം വേണം ഇവിടെ നോക്കാനായിട്ട് കേട്ടാ. COയും Oയും വരുന്ന ആരാ നോക്കി? COയും Oയും വരുന്ന രണ്ടെണ്ണം എടുക്കുക. ഏതൊക്കെയാ? ഇവിടെ COയും ഒരുമിച്ച് വന്നല്ല കേട്ടോ. ഒന്നല്ലേ O വരുന്നല്ലേ CO വരുന്നത് കണ്ടാ. 3ൽ O അല്ലേ വന്നേക്കുന്നേ. മോളിക്കുലർ ഫോമിൽ എന്താ? C4H10. ഈ 5ലും O അല്ലേ വന്നേക്കുന്നേ. മോളിക്കുലർ ഫോമിൽ എന്താ? C4H10. കണ്ടോ? ഓടെ സ്ഥാനം മാറിയിട്ടില്ലേ? ഇവിടെ അല്ലേ 4th പൊസിഷനിലല്ലേ, ഇവിടെ 3rd പൊസിഷനിലല്ലേ. അപ്പൊ അപ്പുറം ഇപ്പുറമുള്ള ഗ്രൂപ്പുകൾ മാറിയല്ലോ അല്ലെ. അപ്പൊ 3ഉം 5ഉം ആണ് മെറ്റാമറിസം കാണിക്കുന്നത്. 3 and 5. 3 and 5. അപ്പൊ ഇത്രയാണ് ഐസോമെറിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള. അപ്പൊ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു.